അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫക്ക് പിടിക്കാത്ത ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉദ്ധരിച്ച ഹദീസ് താഴെ പറയുന്ന ഹദീസാണ്. ഇമാം ബുഖാരി കിതാബുൽ വുളൂഇൽ 233 നമ്പറായി ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. ഈ ഹദീസ് ഇമാം ബുഖാരി 14 സ്ഥലങ്ങളിലായിട്ട് നമ്പറുകളിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. 233, 1501, 3018, 4192, 4993, 4610, 5685, 5686, 5727, 6808, 6803, 6802, 6803, 6804, 6805, 6899. ഇത്രയും തലങ്ങളിലാണ് ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. മുസ്ലിം ബാബു ഹുക്മുൽ മുഹാരിബീനിൽ 1671 നമ്പറിൽ 14-ാമത്തേതായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ഇങ്ങനെയാണ്: അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖദിമ ഉനാസും മിൻ ഉഖിലിൻ ഔ ഉറൈന. ഉക്കിൽ അല്ലെങ്കിൽ ഉറൈന ഗോത്രത്തിലെ കുറച്ച് ആളുകൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫജ്തവൗ അൽ മദീന. പക്ഷേ മദീനയെ അവർക്ക് ബാഹ്യമായിട്ട് ഇഷ്ടമാണെങ്കിലും ആരോഗ്യപരമായിട്ട് അവർക്ക് മദീനയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനോട് അവർക്ക് അല്പം അസ്വാരസ്യമാണ് അവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ ആ കാര്യം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അമറഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ലിഖാഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഖാഹ്, പാല് ചുരത്തുന്ന ഒട്ടകങ്ങളുടെ അടുത്ത് പോവാൻ വേണ്ടി പറയുകയാണുണ്ടായിട്ടുള്ളത്. ഈ ഒട്ടകങ്ങളെ മദീനയിൽ നിന്ന് 6 മൈൽ, ഏതാണ്ട് 8-9 കിലോമീറ്ററിനടുത്ത് അകലത്തുള്ള ദീജദർ എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതായത് ഗവൺമെൻറ് വകയായിട്ടുള്ള, ബൈത്തുൽമാൽ വകയായിട്ടുള്ള ഒട്ടകങ്ങളാണത്. അതിൻ്റെ ഇടയൻ യാസർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അവരോട് പോകാൻ പറഞ്ഞു. വാൻ യശ്റബു മിൻ അബ്വാലിഹ വ അൽബാനിഹ. അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള രോഗമാണ് ഉണ്ടായിരുന്നത്, മദീനയിലെ തണുപ്പ് അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ. അങ്ങനെ അവരോട് ഒട്ടകത്തിൻ്റെ മൂത്രവും പാലും കുടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. പന്തലക്കു. അങ്ങനെ അവരവിടെ പോയി. ഫലമ്മ സഹു. അങ്ങനെ അവർ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തപ്പോൾ ഖതലു റാഇയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഇടയനെ അവർ കൊല്ലുകയും വസ്താഖുൻ നഅം, ഒട്ടകത്തെ അവർ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഫജാ അൽ ഖബറു ഫി അവ്വലിൻ നഹാർ. പകൽ ആദ്യ സമയത്താണ് ഈ വിവരം, രാവിലെ നേരം പുലർന്ന ഉടനെയാണ് ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നത്. അപ്പോൾ ബഅസ ഫി ആസാരിഹിം. അങ്ങനെ ഇവരെ പിടികൂടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പിന്നിൽ ഏതാനും സഹാബിമാരെ, 10ഓളം വരുന്ന സഹാബിമാരെ നിയോഗിച്ചു. ഫലമ്മ ഇർതഫഅൻ നഹാറു ജീഅ ബിഹിം. അങ്ങനെ ഉച്ചയായി. ഉച്ചയായപ്പോൾ ഈ ആളുകളെയൊക്കെ പിടിച്ച് മദീനയിൽ കൊണ്ടുവന്നു. അപ്പോൾ അമറ ബി ഖത്ഇ ഐദീഹിം വ അർജുലിഹിം. അവരുടെ കൈകാലുകൾ മുറിക്കാൻ, ഛേദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. വ സുമ്മിറത്ത് അയ്യുനുഹും. അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു.
വ ഉൽഖൂ ഫിൽ ഹറത്തി, അവരെ മദീനയിലെ ഹറ കൽഭൂമിയിലേക്ക് ഇട്ടു. യസ്തസ്കൂന ഫലാ യുസ്ഖൂൻ, അവർ വെള്ളത്തിന് ആവശ്യപ്പെടുന്നുണ്ട് ദാഹിച്ചിട്ട്, പക്ഷെ അവർക്ക് വെള്ളം കൊടുത്തില്ല. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച അബൂ ഖിലാബ പറയുകയാണ്, ഫഹഉലായി സറഖു വ ഖതലു വ കഫറു ബഅദ ഈമാനിഹിം. ഈ ആളുകൾ ചെയ്ത തെറ്റ എന്തായിരുന്നു? അവർ മോഷണം നടത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയനെ കൊന്നു, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു, വഹാറബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചു. ഇവിടെ ഈ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ 4 കുറ്റമാണ് അവരുടെ മേൽ ആരോപിച്ചിട്ടുള്ളത്. ഒന്ന്, അവർ മോഷണം നടത്തി, നബിയുടെ ഒട്ടകത്തെ മേയ്ക്കാൻ ഏൽപ്പിച്ച ഇടയനെ കൊന്നു, പോരെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇന്നമാ സമിലൻ നബിയു അയ്യുന ഉലായിക്കൽ അന്നഹും സമിലു അയ്യുന റുആയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ചൂവാനുണ്ടായിട്ടുള്ള കാരണം അവർ ഈ ഇടയന്മാരുടെ കണ്ണ് ചൂഴ്ന്നിരുന്നു എന്നതാണ്. അപ്പോൾ 5 കുറ്റമായി. അപ്പോൾ ഇത് ഈ ഹദീസ് എടുത്തു വച്ചുകൊണ്ടാണ് മുസ്തഫ വലിയ വികാരഭരിതനായിട്ട് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങ് അത്യുത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ റഹ്മത്തിൻ്റെ ഉടമ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അതോ അള്ളാഹു ആണോ? അർഹമുറാഹിമീനാണ് അള്ളാഹു, അതായത് ഏറ്റവും വലിയ റഹ്മത്തിൻ്റെ ഉടമ. ആ അള്ളാഹു വീതിച്ചു നൽകിയ റഹ്മത്തിൻ്റെ ഒരംശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമോ? അർഹമുറാഹിമീനായ അള്ളാഹു അങ്ങനെ കൽപ്പിക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചത്? സൂറത്ത് മാഇദയിൽ, സൂറത്ത് മാഇദയിലെ 33-34 ആയത്തുകൾ, അതിൽ പറയുന്നത് എന്താണ്? ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദൻ, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ പ്രതിഫലം അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്ത ഐദീഹിം വ അർജുലുഹും മിൻ ഖിലാഫ്, അവരെ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ അവരെ കുരിശിൽ തറക്കുക, അല്ലെങ്കിൽ അവിടെ കൈകാലുകൾ എതിരിൽ ഛേദിക്കുക, ഔ യുംഫൗ മിനൽ അർളി, അല്ലെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുക, നാട് കടത്തുക. ദാലിക ലഹും ഖിസിയും ഫിദ്ദുന്യ, ഇത് ഇഹലോകത്തുള്ള ഏറ്റവും അവർക്ക് അനുഭവപ്പെടുന്ന നിന്ദതയാണെങ്കിൽ, വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, പരലോകത്ത് അവർക്ക് കടുത്ത ശിക്ഷയാണുള്ളത്. ഇല്ലല്ലദീന താബൂ മിൻ ഖബലി അൻ തഖ്ദിറു അലൈഹിം, നിങ്ങൾക്ക് അവരെ പിടികൂടാൻ കഴിയുന്നതിന് മുമ്പ് അവർ പശ്ചാത്തപിച്ചാൽ മാത്രം അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, ഈ ശിക്ഷയിൽ നിന്ന്. ഫഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന് നിങ്ങളറിയണം. അപ്പോൾ ഈ ശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു ഗഫൂറാണ്, മാപ്പാക്കുന്നവനാണ് എന്ന് മാത്രമല്ല റഹീമുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് ഇത് വിരുദ്ധമാണോ അനുകൂലമാണോ?
അപ്പോൾ മുസ്തഫ പറയണ അനുസരിച്ച് അള്ളാഹിൻ്റെ കാരുണ്യത്തിന് ഇത് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തിന് വിരുദ്ധമാണ്. അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റഹ്മത്തിനോ വിരുദ്ധമാണ്. പക്ഷേ അള്ളാഹുവാണ് ഇങ്ങനെയുള്ളൊരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ സത്യവിശ്വാസികളോട് ഇസ്ലാമിക ഗവൺമെൻറ്റിനോട് നടപ്പിൽ വരുത്താൻ കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? ഈ ഹദീസ് അല്പം വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിനെതിരിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ശത്രുക്കൾ, ആ ശത്രുക്കളോട്, ഇസ്ലാമിക രാഷ്ട്രം എന്നല്ല ഏത് രാഷ്ട്രത്തോടായിരുന്നാലും യുദ്ധത്തിനൊരുങ്ങുന്ന ആളുകളോട് ആ രാഷ്ട്രം എന്ത് നിലപാടാണ് കൈക്കൊള്ളുക? അപ്പോൾ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് നൽകേണ്ട ശിക്ഷ എന്താണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഒക്കെ കാഴ്ചപ്പാടനുസരിച്ച് അതൊരു സത്വോപദേശം നൽകുന്ന ഒരു കേവല മതമാണ്. അപ്പോൾ കേവല മതമാവുമ്പോൾ പിന്നെ അവർ ഉപദേശം നൽകിക്കൊണ്ടിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ആ മതത്തെ സംബന്ധിച്ചൊരു സംഗതമാവില്ലാന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു മതമല്ല, അത് ഒരു ഭാഗത്ത് മതമാണെന്നതോടൊപ്പം അതൊരു രാഷ്ട്രവും കൂടിയാണ്. അവിടെ സൈന്യമുണ്ട്, സൈന്യാധിപനുണ്ട്, കോടതികളുണ്ട്, കോടതിയിൽ ജഡ്ജിമാരുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന് വേണ്ട എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ പരമാധികാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലാണുള്ളത്. ആ റസൂലിനെ നടപ്പിൽ വരുത്തുന്നതാവട്ടെ അള്ളാഹുവിൻ്റെ നിയമവുമാണ്. ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ്, ഇത് മനസ്സിലാവാത്തതല്ല പ്രശ്നം, ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഈ രോഗത്തിന് യഥാർത്ഥത്തിൽ ചികിത്സ അല്ല. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ബുഖാരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഇത്തരം ഹദീസുകൾ തെറ്റാണെന്നും വർജിക്കേണ്ടതാണെന്നും പറയുന്ന ഇത്തരം അബാധഗതികൾ അത് നിരർത്ഥകമാണെന്നും ഈ ആളുകൾ കൊണ്ട് നടക്കുന്നത് മറ്റെന്തോ താല്പര്യങ്ങളാണ് എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്.